മോഹൻ കിഴക്കോട്ട് 75 മീറ്റർ നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 25 മീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 40 മീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 25 മീറ്ററും സഞ്ചരിച്ചു. മോഹൻ ഇപ്പോൾ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെ? മോഹൻ കിഴക്കോട്ട് 75 മീറ്റർ നടന്നു. പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ് പരിഗണിക്കുക. നമുക്ക് ഇവിടുന്ന് തുടങ്ങുകയാണ്. എയിൽ നിന്ന് തുടങ്ങിയിട്ട് കിഴക്കോട്ട് 75 മീറ്റർ ഇവിടെ നിങ്ങോട്ട് 75 മീറ്റർ സഞ്ചരിച്ചു. കിഴക്കോട്ട് നമ്മൾ 75 മീറ്റർ സഞ്ചരിച്ചു. ബിയിലെത്തി എന്ന് വിചാരിക്കുക. ഇത് നടന്ന എത്രയാണ്? 75 മീറ്റർ നടന്ന് ബിയിലെത്തി. 75 മീറ്റർ നടന്ന ശേഷം ഇടത്തോട്ടാണ് പോണത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തോട്ട് പറയുമ്പോൾ മുകളിലേക്ക്, ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തോട്ട് പറയുമ്പോൾ മുകളിലേക്ക്. എത്രയാണ്? മുകളിലേക്ക് 25 മീറ്റർ. അപ്പോൾ മുകളിലേക്ക് വരച്ചു നമ്മൾ. എത്രയാണ്? അത് 25 മീറ്റർ നടന്നു. അവിടെ സീൻ എഴുതുക. എന്നിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിയുക. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തോട്ട് തിരിയുക പറയുമ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാൾ ഇടത്തോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് എത്രയാണ്? 40 മീറ്ററും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണ് 40 മീറ്റർ. അപ്പോൾ നമുക്ക് ഇതുവരെ വരയ്ക്കാം. ഇവിടെ ഡി എന്ന് എഴുതാം. ഇത് ഈ വരയിൽ കടക്കരുത്. കാരണം ഇവിടെ എത്ര ദൂരമുണ്ട്? 75 മീറ്റർ. ഇവിടെ 75 മീറ്റർ ഉണ്ട്. ഇവിടെ 40 മീറ്ററേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ ഇത്ര എത്തിക്കരുത്. ഇവിടെ നിർത്തുക. 40 മീറ്റർ സഞ്ചരിച്ചു. എന്നിട്ടോ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. ഇങ്ങനെ നടക്കുന്ന ആൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്ന ആൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇടത്തോട്ട് പറയുമ്പോൾ കീഴ്പോട്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്തോട്ട് പറയുമ്പോൾ കീഴ്പോട്ട്. എത്രയാണ്? 25 മീറ്റർ. ഇവിടെ നിങ്ങൾ 25 മീറ്റർ പറഞ്ഞാൽ ഇതേ ദൂരമാണ്. ഇവിടുന്ന് 25 മീറ്റർ പറഞ്ഞാൽ ഇതേ ദൂരമാണ്. അപ്പോൾ എന്തായി? ഈ പാതയിൽ വന്ന് മുട്ടിച്ചേരും. ഇവിടെ വന്ന് മുട്ടി. ഇത് എത്രയാണ്? 25 മീറ്ററും നടന്നു. ചോദ്യം എന്താ? മോഹൻ ഇപ്പോൾ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെ? ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് ഇ എന്ന് സങ്കല്പിക്കാം നമുക്ക്. ഈ സ്ഥലം ഇ. ഇപ്പോൾ നിൽക്കുന്നത് ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെ? അപ്പോൾ തുടങ്ങിയ സ്ഥലം എന്താണ്? അവസാനിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഈ ദൂരമാണ് നമുക്ക് കാണേണ്ടത്. ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ ഇവിടെ 40 ആണ്. അപ്പോൾ ഇത് 40 വരും. കാരണം ഇതൊരു ചതുരമാണ്, ഇതൊരു റെക്റ്റാങ്കിളാണ്. എതിർവശങ്ങൾ തുല്യം. ഇത് 25 അപ്പോൾ ഇത് 40 വന്നാൽ ഇവിടെ 40 വരും. എന്നാൽ ഈ മൊത്തം ദൂരം എത്രയാണ്? എ ബി 75 ആണ്. ഇതാകെ 75. അതിലത്തെ ഈ ഭാഗം ബി ഇ 40 ആണെങ്കിൽ ബാക്കിയാണ് ഇവിടെ വരിക. എ ഇ എത്ര വരും? 40. 75 40 കുറച്ചാൽ 35 എന്ന് വരും. അപ്പോൾ എ ഇ എന്ന് പറയുന്നത് എത്രയാണ്? 35 മീറ്റർ. അതായത് മോഹൻ ഇപ്പോൾ നിൽക്കുന്നത് പ്രാരംഭ പോയിന്റിൽ നിന്ന് 35 മീറ്റർ അകലെയാണ്.